നമസ്കാരം. നിറത്തിന്റെ പേരിൽ അവഹേളനം നേരിട്ടുന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്ന പറച്ചിൽ കേരളമാകെ ചർച്ചയാവുകയാണ്. എന്നെ ഗർഭപാത്രത്തിൽ തിരിച്ചുവെച്ച് വെളുത്ത കുട്ടിയാക്കി വീണ്ടും ജനിപ്പിക്കുമോ അമ്മേ എന്ന് ചോദിച്ച ഒരു 4 വയസ്സുകാരിയായിരുന്നു ഞാനെന്ന് എഴുതിയ ചീഫ് സെക്രട്ടറി മക്കളാണ് തന്നെ കറുപ്പിന്റെ മനോഹാരിതയും ശക്തിയും പഠിപ്പിച്ചതെന്ന് കൂട്ടിച്ചേർത്തു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നേതാക്കളും പൊതുപ്രവർത്തകരും ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചർമ്മത്തിന്റെ നിറം യോഗ്യതയാകുന്ന സൗന്ദര്യ സങ്കല്പത്തിന്റെ കാലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടും സമൂഹം മാറിയിട്ടില്ലേ? ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തന്നെ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സണ്ണി എം കബിക്കാട് സാമൂഹ്യ ചിന്തകൻ, രാഹുൽ ഈശ്വർ നിരീക്ഷകൻ, മൃദുല ദേവി ആക്ടിവിസ്റ്റ്, സൈനോര ഫിലിപ്പ് ഗായിക എന്നിവരും പങ്കെടുക്കും. നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ശാരദാ മുരളീധരൻ വരുന്നതിന് മുൻപ് സൈനോര ഫിലിപ്പ് ഗായിക നമ്മോടൊപ്പമുണ്ട്. സൈനോര, ഒരു മലയാളിയെ സംബന്ധിച്ച് ഇത് വലിയ ഷോക്കിംഗ് ആയ പുതുമയുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിറത്തിൻ്റെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഒക്കെ ഒരു തരത്തിൽ അവഹേളിക്കപ്പെടുക എന്നുള്ളത് ഈ കാലത്ത് ഉണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ ആളുകൾ കോൾ ഔട്ട് ചെയ്യുന്നു, തുറന്നു പറയുന്നു. ആ തുറന്നു പറയുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടുന്നു എന്നുള്ള കാര്യം പോസിറ്റീവായി എടുക്കുന്നുണ്ടോ സൈനോര? തീർച്ചയായിട്ടും. ഇപ്പം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ വന്ന സമയത്തും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ആളുകൾ സംസാരിച്ചാലും എത്രമാത്രം പ്രോഗ്രസീവായിട്ട് നമ്മുടെ കേരള സമൂഹം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട ചില ബിലീഫ്സും ചില സിസ്റ്റംസും ആണ് ഇത്. അപ്പം ഇത് ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ അവനവൻ വിചാരിച്ചാൽ മാത്രമേ അതിനെ ഒന്ന് അൺലേൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കറുപ്പ് എന്നുള്ളത് ഒരാളുടെ ചർമ്മത്തിന്റെ കളർ മാത്രമാണെന്നും അയാളുടെ ഹോൾ സ്വത്വം, അതായത് ആളുടെ ഹോൾ എസൻസിനെ ഡിഫൈൻ ചെയ്യുന്നതല്ല ഒരു പിന്നെ സ്കിൻ കളർ എന്നുള്ളതും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പും ഒക്കെ പിന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കൂടുതൽ ബോധവാന്മാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും. സൈനോര, ഈ നിറം മാത്രമല്ല, ഇപ്പോൾ ശാരീരികമായ പ്രത്യേകതകൾ അതെന്തുമാകാം. കുറച്ച് കൂടുതലായുള്ള വണ്ണമാകാം, അതല്ലെങ്കിൽ ഈ നീളത്തിലുള്ള വ്യത്യാസമാവാം, മറ്റ് പല കാര്യങ്ങൾ. അപ്പോൾ ശാരീരികമായ സവിശേഷതകളെ ഒരു തരത്തിൽ അവഹേളനത്തിനുള്ള മാർഗമാക്കുക എന്നുള്ളത് നമ്മൾ ഒരു നടപ്പ് രീതിയായി ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് പോപ്പുലർ കൾച്ചറിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോന്നിനെയും എടുത്തെടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയമായ ശരിയുടെ നിലയിലേക്ക് പുതിയ തലമുറയെങ്കിലും മാറുന്നുണ്ട്. ഏതെങ്കിലും ശാരീരികമായ സവിശേഷതകൾ വട്ടപ്പേര് വിളിക്കാനുള്ളതല്ല എന്ന് ഇന്നത്തെ കുട്ടികളെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ സൈനോരയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പത്തെ സോഷ്യൽ സ്പേസസ് എടുത്ത് നോക്കിയാൽ തന്നെയും ഇപ്പം ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും അതെ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതെ. പക്ഷെ ഇങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആളുകളെ വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസാവഹമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്. ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതാണെന്നുള്ളത് നമ്മുടെ ഒരു പഴയ ഒരു ജനറേഷന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എത്രയോ വേദികളിലും എത്രയോ സ്പേസസിലും ഞാനിതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയോ, ഇങ്ങനെയൊരു സൊസൈറ്റിയിൽ നിന്ന് വളർന്നു വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പം ഒരു ഡാർക്ക് കളർ സ്കിന്നുള്ള ഒരാൾക്ക് എത്രയോ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു മനോഭാവം എനിക്ക് തന്നെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാലങ്ങളെടുത്താണ് ഞാൻ അതിനെ തരണം ചെയ്യുന്നത്. അത് വളരെ നമ്മളുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് കൊണ്ടാണ് നമ്മൾ അതിനെ മറികടക്കുന്നത്. ഇപ്പൊ സൊസൈറ്റി എന്തൊക്കെ പറഞ്ഞാൽ, സൊസൈറ്റിയിലെ ഈ എന്താ പറയാ, ഈ മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും നമ്മളോട് പറയുന്ന അഫർമേഷൻസ് കൊണ്ടാണ് ആക്ച്വലി സ്ട്രെങ്തോട് കൂടിയിട്ടും കുറച്ചെങ്കിലും ബോൾഡായിട്ടും കുറച്ചെങ്കിലും കാര്യങ്ങളെ നല്ല വ്യക്തമായിട്ട് കാണാൻ എനിക്ക് പോലും സാധിക്കും. തീർച്ചയായിട്ടും അതൊരു സമൂഹം ഏറ്റെടുക്കേണ്ട തുടർച്ച ആവശ്യമുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്. ദയവായി സൈനോര തുടരണം. മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീമതി മൃദുല ദേവി, ഇവിടെ നിറത്തിൻ്റെ പേരിൽ ഒരാൾ അവഹേളിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സമൂഹം മാറുന്നതിനനുസരിച്ച് എന്തുകൊണ്ട് മനോനില മാറുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോഴും ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ബ്യൂറോക്രസിയുടെ പദവിയാണ്. ഏറ്റവും മുകളിലുള്ള ടോപ്പ് ബ്യൂറോക്രാറ്റ് പോലും അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എക്സെപ്ഷൻ ഉള്ള ആളല്ല എന്നുള്ളതിനെ എങ്ങനെ കാണണം? ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ ഒരു കാര്യമല്ല.
ഈ ഇത്തരത്തിലുള്ള ഒരു അവഹേളനവും ഇതിനകത്ത് പ്രത്യേകിച്ച് അത് സ്ത്രീകളാകുമ്പോൾ അത് കൂടുതലായിട്ടും അത്തരത്തിൽ ജെൻഡർ ഇതിനകത്ത് വലിയൊരു വിഷയമായിട്ട് വരുന്നുണ്ട്. ടോപ്പർ പദവിയിലേക്ക് ഒരു ടോപ്പ് ഒരു പൊസിഷനിലെത്തിയ ഒരു വ്യക്തിയാണ് മാഡം ശാരദ മുരളീധരൻ. എങ്കിൽ പോലും അവർ പോലും ഇതിൽ നിന്ന് ഒട്ടും മാറ്റി നിർത്തപ്പെടുന്നില്ല. അപ്പൊ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെയോ ഒന്നുമല്ല ഇവിടെ തുടങ്ങിയത്. 17-ാം നൂറ്റാണ്ടില് നമ്മുടെ ഡോക്യു ചെയ്യപ്പെട്ട കാലഘട്ടമാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഡോക്യു ചെയ്യപ്പെട്ടതനുസരിച്ചാണെങ്കിൽ സൊജോർണ ട്രൂത്ത്, അന്ന ജൂലിയ കൂപ്പർ പോലെയുള്ളവർ തുടങ്ങി വെക്കുകയും അതിനെ തുടർന്നുള്ള അന്നത്തെ ചിന്തകര് ഇത് എൻ ക്യാപിറ്റൽ എന്ന പേരിൽ, അത് നിഗ്രോ എന്നൊരു പദം ഡെറിഗേറ്ററി പദമാണ്. എങ്കിൽ പോലും ആ ഡെറിഗേറ്ററിയിലാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ വാക്കുകൾ ആംപ്ലിഫൈ ചെയ്തു വരുന്നില്ല, അതുകൊണ്ട് എൻ ക്യാപിറ്റൽ എന്നിട്ടുകൊണ്ട് അവരത് തുടങ്ങുകയും പിൽക്കാലത്ത് ഇത് ആ വാക്കിൽ നിന്ന് മാറി അതിൽ നിന്നും അവർ കുതറി ബി ക്യാപിറ്റൽ എന്ന പേരിലേക്ക് ഈ ഒരു മൂവ്മെന്റ് ആയിട്ട് വരുന്നു. ഫറാഷിസം എന്ന് പറയുന്നത് അതിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു ക്യാപിറ്റലായി തന്നെ കരുതിക്കൊണ്ട് ഒരു ഈ റേഷ്യസത്തിനെതിരെ തുടങ്ങിയ ഒരു ശബ്ദം തുടങ്ങുകയും 1960-ൽ ഇതൊരു സബ്ജക്ട് പോസിറ്റിവിറ്റി ആയി ഒരു കയറുകയും, കാരണം ഇതിനകത്തെ ഉള്ളായ്മകൾ എടുത്തുകൊണ്ടാണ് ലോകത്തെങ്ങും അലയടിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ടോണി മോറിസണെ പോലെ ഉള്ളവർ കൊണ്ടുവന്ന ഒരു കൾച്ചർ അനുസരിച്ച് അമേരിക്കക്കകത്ത് അന്നത്തെ സിനിമകളിലുമൊക്കെ കറുത്ത വംശജരെ കൊണ്ടുവരികയും ഈ മീഡിയ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ കറുത്ത പ്രതിമകളൊക്കെ കൊണ്ടുവെക്കുന്നത് അങ്ങനെയാണ്. അത്തരത്തിൽ ആ നാടും അതിനനുസരിച്ച് വഴക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ സംഭവം ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആസ് എ പൊളിറ്റിക്കൽ ആക്ഷൻ 1818-ൽ ഭീമ കൊറേഗാവിൽ മഹാരാഷ്ട്രയിലായി. അത് ഇവിടുത്തെ ദലിത് സമൂഹങ്ങളാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നത് ഫസ്റ്റ്. പിന്നീട് അത് കാലക്രമേണ ഇങ്ങനെ വന്ന് ഇത്രയും ഒക്കെ പഠനങ്ങൾ നടന്നെങ്കിലും നമ്മുടെ കരിക്കുലം ഇത് ഏറ്റെടുത്തിട്ടില്ല, നമ്മുടെ സർക്കാരുകൾ ഇത് ഏറ്റെടുത്തിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ പൊതുജനത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോ അത് ഈ പൊതുജനത്തിന് മാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ് സത്യഭാമയുടെ വിഷയമൊക്കെ വന്നപ്പോൾ അവര് അറൽവി രാമകൃഷ്ണന്റെ കൂടെയൊക്കെ നിന്നത്. അങ്ങനെ ഒത്തിരി മാറ്റം. ഇപ്പൊ സൈനോര തന്നെ പറഞ്ഞിട്ടുണ്ട്, സൈനോര ബൊക്കയുമായിട്ട് കേരള കുട്ടികളുടെ എണ്ണം എടുക്കുമ്പോൾ സൈനോര മാറ്റപ്പെട്ടു നിന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരു ഉടലിന്റെ രാഷ്ട്രീയവുമായിട്ട് വന്ന് അതിനെ ഒരു സൗന്ദര്യാത്മക വിഷയമാക്കി മാത്രം കണ്ടുകൊണ്ട് മാറ്റി നിൽക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യുവാൻ ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ ഒപ്പം ഇവിടുത്തെ മുഴുവൻ സർക്കാരുകളും കരിക്കുലവും അതുപോലെ തന്നെ സർക്കാരിന്റെ എല്ലാ ഏജൻസികളും അത് മാധ്യമങ്ങൾക്കകത്തും ആ മാറ്റം വരുമ്പോഴാണ് ഇതിനകത്ത് സമൂലമായ ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ശാരദ മുരളീധരൻ, താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ദേശീയ മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയും അതേക്കുറിച്ചൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കില്ല ഈ സ്കിൻ കോംപ്ലക്ഷന്റെ പേരിലുള്ള ഒരു വിവേചനമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റോ നേരിട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പൊസിഷനിലിരുന്ന് ഇത് കൃത്യമായി തുറന്ന് പറയണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ആദ്യം ഈ പോസ്റ്റ് ഇട്ടത് ഒരു ഒരു കത്താർസിസ് എന്നുള്ള രീതിക്കായിരുന്നു. ഒരു ഇറിറ്റേഷൻ തോന്നി, അത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു തോന്നലിന് ഞാൻ എൻ്റെ കൂട്ടരുടെ ഇടയിൽ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പ്രതികരണം ശരിക്കും വലിയ പ്രതികരണം ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ഞാനത് വിഡ്രോ ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇത് സൂചിപ്പിക്കുകയുണ്ടായി, ഇത് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ലേ, ഇത് താങ്കളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിനപ്പുറത്ത് നിറത്തിൻ്റെയും ജെൻഡറിൻ്റെയും വിവേചനം എന്നുള്ളതും ഇത് നമ്മൾ കൊണ്ടുവരുന്ന വാല്യൂ കണറ്റേഷൻസും ഒക്കെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്, എല്ലാവരും കേൾക്കും, അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരത്തിന് കളയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി, അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളാണ്, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ, അത് സാധ്യമാകുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഞാനിപ്പോൾ 7 മാസമായിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനൊരു കറുത്ത വനിതയാണ്.
അപ്പോൾ അത് എൻ്റെ ചുറ്റുമുള്ളവരുടെ പലരിൽ നിന്നും ഇതിൻ്റെ മാറ്റലുകൾ ഉണ്ടാകുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരു പ്രത്യേകതയൊന്നുമില്ല. അത് തുടരുന്നു എന്ന് മാത്രം. അതായത് പ്രൊഫഷണൽ നമ്മൾ ഏറ്റവും അങ്ങേയറ്റത്തെ ഹൈറ്റിലെത്തിയാലും ഈ സ്കിൻ കോംപ്ലക്ഷൻ എന്നുള്ള കാര്യത്തിൽ ഉള്ള ചിന്തകൾ അതേപടി നിലനിൽക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു മനുഷ്യനിൽ ഒരു പക്ഷേ എന്നാണോ? നമ്മുടെ സ്ഥാനത്തിനും അതിനും ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. ഈ സ്കിന്നിനെ കുറിച്ചിട്ട് ഇപ്പോൾ സ്കിൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ ശ്രമിച്ചിരുന്നത് ബ്ലാക്ക് എന്നുള്ളൊരു ആശയം, നമ്മൾ കറുപ്പ് അഴകുണ്ട് എന്ന് നമുക്ക് നമ്മൾ വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും ഈ കറുപ്പ് അഴകല്ല എന്ന് വരുന്ന സിമ്പിൾസിനെ ഒക്കെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമാകുമ്പോഴേ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ നിന്നും തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ വിവേചനാത്മകത മാറുകയുള്ളൂ. ഇതിൽ ഈ കുറിപ്പിൽ പറഞ്ഞ ശ്രദ്ധേയമായൊരു കാര്യം, മക്കളാണ് കറുപ്പ് മനോഹരമാണ് എന്ന് പഠിപ്പിച്ചത് എന്നാണ്. അപ്പോൾ മക്കളുടെ കാലം എന്ന് പറയുന്നത് കുറെ കൂടി പുതിയ കാലമാണല്ലോ. പുതിയ കാലം കുറെ കൂടി രാഷ്ട്രീയമായ ശരിയുടെ കാലമാണ് എന്നാണ്. അത് ഒരു ജീവിതാനുഭവം എന്നുള്ള നിലയിൽ എന്താണ് അതിൽ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ യങ് കമ്മ്യൂണിറ്റി, സി എന്നും ആൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ജനറേഷൻ കുറച്ചും കൂടി വോക്കാണ് എന്നാണ്. വോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കുറേ കൂടി കാര്യങ്ങൾ, നമ്മൾ വളർന്ന ഒരു മോറൽ ഫ്രെയിംവർക്കിൻ്റെ അകത്തല്ല അവർ വളരുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്ന പലതരത്തിലുള്ള ഇൻപുട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. സബാൾട്ടേൺ ആയിട്ടുള്ള പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ചിന്ത കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവരിൽ പലർക്കും സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നല്ല, പക്ഷെ പലരിലും അത് വളരെ അതിശക്തമായിട്ടുള്ള വളരെ വൃത്തിയോടുകൂടി ഭംഗിയോടുകൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ മക്കളിലും. തീർച്ചയായിട്ടും. അപ്പോൾ പറയുന്നുണ്ട് ഒരു 4 വയസ്സുകാരിയെ കുറിച്ച്. അപ്പോൾ അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയോട് ആ ഗർഭപാത്രത്തിൽ എന്നെ തിരിച്ചു വെച്ച് വെളുത്ത ഒരു സുന്ദരി കുട്ടിയായി ജനിപ്പിക്കുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു 4 വയസ്സുകാരിയെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായാൽ ഒരുപക്ഷെ ആ കാലത്തുണ്ടായിരുന്ന അത്രയും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അപകർഷതയോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു പോസിറ്റീവായ ഒരു തോട്ടുണ്ടോ? പൂർണ്ണമായിട്ടില്ല. നമ്മൾ വളർന്ന അത്രയും എന്തായാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ. ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലായാലും നമ്മുടെ സിനിമയിലായാലും നമ്മളിപ്പോൾ റോൾ മോഡലായിട്ട് കാണുന്നതിലും ഒക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഇത് ചെയ്യുന്നത്, പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് വെളുപ്പിനെയാണ്. അപ്പോൾ അത് നമ്മൾ കറുപ്പ് അഴകല്ല എന്ന് പറയുന്നില്ലെങ്കിൽ തന്നെയും അത് വരുത്തി തീർക്കുന്നുണ്ട്. നമ്മുടെ എന്താണ് വ്യംഗ്യാർത്ഥത്തിൽ നമ്മളത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ, സിനിമയിൽ, സീരിയലുകളിൽ, മറ്റ് കലാരൂപങ്ങളിൽ, സാഹിത്യത്തിലൊക്കെ ഇതിൻ്റെ വേരുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വാധീനം ആളുകളുടെ പെരുമാറ്റത്തിലും ഇങ്ങനെയൊക്കെ പറയുന്ന ആ മനോനിലയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? അതെ, ഇതിപ്പം ആ സ്വാധീനം ഇത് ഒരു 2-way സ്ട്രീറ്റാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അത് സിനിമയെ സ്വാധീനിക്കും. സിനിമയിൽ ഉണ്ടാകുന്ന റോൾ മോഡൽസ് വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ നമ്മുടെ അത്തരത്തിലുള്ള മനോഭാവങ്ങളെ അത് കുറെ കൂടി വാലിഡേറ്റ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യും. ആ ഒരു കാര്യം കോൺഷ്യസ് ആയി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ. ക്രിയേറ്റീവായി ചിന്തിക്കുന്ന സിനിമാക്കാരോ സാഹിത്യകാരന്മാരോ ഒക്കെ ഇപ്പോൾ കുറെ കൂടി കോൺഷ്യസ് ആയി ഇത്തരം എലിമെന്റ്സ് മാറ്റുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ, തോന്നിയിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മളൊരു നല്ലൊരു മാറ്റത്തിൻ്റെ അടിയൊഴുക്കുകളും കാറ്റും ഒക്കെ കൊള്ളുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാനും അതിന് സാക്ഷ്യം വഹിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്.
അപ്പോൾ ഈ തുറന്നു പറച്ചിലും ആ ഒരു പ്രോസസ്സിന്, ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു ഊർജ്ജം പകരുന്നതായിരിക്കും നിശ്ചയമായും. ഒപ്പം ഇത്രയും കാലം ബ്യൂറോക്രസിയിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ചോദിക്കട്ടെ, അപ്പോൾ സിനിമയുടെ കാര്യവും സാഹിത്യത്തിൻ്റെ കാര്യവും ഒക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതോ അനുഭവിക്കാവുന്നതോ ഒക്കെയാണ്. ഭരണരംഗത്ത്, ഭരണ നിർവഹണ തലത്തിൽ ഈ മനോനിലകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾക്ക് സ്വാധീനമുണ്ടോ? പെരുമാറ്റത്തിൽ അങ്ങനെ ഉണ്ടോ? എന്താണത്? പ്രത്യക്ഷത്തിൽ നമ്മളത് കാണൂല, പക്ഷെ പരോക്ഷമായിട്ട് എന്തായാലും ഇപ്പം ഭരണരംഗത്തോട്ട് കടന്നു വരുന്നവരും സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും കൊണ്ട് തന്നെയാണല്ലോ അവർ ഭരണരംഗത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അത് കാണും, അനുഭവിക്കേണ്ടി വരും. അല്ല, ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള ആളുകളൊക്കെയാണ് ഭരണതലത്തിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ലെവലിലൊക്കെ എത്തുക. അപ്പോൾ അവർക്ക് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലായാലും ഈ പറഞ്ഞ നിറത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒരു പുതിയ മൂല്യബോധത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതോ CPM സംസ്ഥാന സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ പഴഞ്ചൻ ഫ്യൂഡൽ മൂല്യങ്ങളുടെ പ്രതിനിധാനമാണോ നമ്മൾ കൂടുതലായും കാണുന്നത്? ഞാനത് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യില്ല, പക്ഷേ ഞാൻ പറയുക, ഇപ്പം ഈ ജനറലി ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു സ്വഭാവം എന്നത് ആക്ച്വലി ഒരു ബ്യൂറോക്രസിയെക്കാട്ടിലും സമൂഹത്തിൻ്റെയും മാറ്റത്തിൻ്റെയും പൾസ് തിരിച്ചറിയുന്നതിൽ വളരെ സ്മാർട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരു ബ്യൂറോക്രസിയിൽ നിന്നുകൊണ്ട് ഇത് പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പോസ്റ്റുകൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ചീഫ് സെക്രട്ടറി മുതൽ ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, IT സെക്രട്ടറി എന്നുള്ള രീതിയിൽ നിന്നും കേരളത്തിൽ വനിതകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള റിലക്റ്റൻസും കാണിക്കാത്തൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ലീഡർഷിപ്പിന് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ അകത്ത് നമ്മൾ എൻ്റെ സംവിധാനത്തിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ഇപ്പോൾ കുറേ സ്ത്രീത്വമാണെങ്കിലും നിറത്തിൻ്റെ വിഷയമാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇപ്പം കുറേയൊക്കെ നമ്മുടെ പൊളിറ്റിക്സ് കംപ്ലീറ്റ്ലി ഇൻറ്റേർണലൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ആ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും ഇൻറ്റേർണലൈസ് ആയിരിക്കില്ല. അത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, തൊട്ട് മുമ്പ് ആ പദവി വഹിച്ചിരുന്ന ആളുമായിട്ടുള്ള താരതമ്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി പദത്തിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വനിത ഇരിക്കുമ്പോഴും അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെന്നൂറിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ മസ്റ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു ചിന്ത ഉണ്ടോ ആളുകൾക്ക്? അതല്ല കാര്യം. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഏതൊരു പോസ്റ്റിലോട്ട് പോകുമ്പോഴും നമ്മുടെ മുൻപേ അവിടെ ഇരുന്നവരെ എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനം, എന്തിലായിരുന്നു അവർ താല്പര്യം കാണിച്ചിരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ഭരണ രീതികളാണ് അവർ അവലംബിച്ചത്, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുകയും അത് നമ്മളുടെ രീതികളുമായിട്ട് എപ്പോഴും ഒരു തുലന ഉണ്ടാകുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളിരിക്കുന്ന പോസ്റ്റുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നല്ല തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് അല്ലെങ്കിൽ ഒരു സർവ്വസമ്മതനായിട്ട് ഇത് വരുന്നു, അല്ലെങ്കിൽ ഒരു വളരെ പേര് കേൾക്കുന്നു ഒരു പദവിയിൽ, അത് കഴിഞ്ഞ് വരുന്ന ആളിന് എപ്പോഴും പ്രയാസമാണ്. അത് ഭാര്യയും കൂടിയാകുമ്പോൾ പ്രയാസം അല്പം ഇരട്ടി പ്രയാസമാണ്. അതിപ്പോൾ ഈ നമ്മുടെ വർക്ക്, നമ്മുടെ ജോലി വിലയിരുത്തി സത്യസന്ധമായി നടത്തുന്ന പ്രതികരണങ്ങളാണോ, അതല്ലെങ്കിൽ ഒരു മുൻവിധിയാണോ? അല്ല, ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ നമ്മളുടെ ഇപ്പം ജെൻഡറിൻ്റെ വിഷയമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഒരു സ്ത്രീകളുള്ള ഒരു സമൂഹത്തിൻ്റെ അകത്ത് ഞാൻ വളരെ ഇൻഫോർമലായിട്ട് പെരുമാറും. പക്ഷേ എൻ്റെ ചുറ്റും പുരുഷന്മാരാണെങ്കിൽ ഞാൻ വളരെ ഫോർമലായിട്ടേ പെരുമാറുകയുള്ളൂ. എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുരുഷന്മാരുള്ള ഒരു കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് വളരെ ഇൻഫോർമലായിട്ട് നിൽക്കാൻ പറ്റും.
സ്ത്രീകളുള്ള ഒരു കൂട്ടായ്മയിൽ അത്ര ഇൻഫോർമൽ ആകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. കേരളത്തിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഭരണത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ മിക്കവാറുമുള്ള തട്ടുകളിൽ കൂടുതൽ കാണുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ബന്ധത്തിൻ്റെ കുറേ കൂടി ഒരു ഫോർമൽ തലത്തിലോട്ട് ബന്ധങ്ങൾ പോകും. പക്ഷേ വേണുവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇപ്പോൾ വേണുവിൻ്റെ അതേ സ്വഭാവം കാഴ്ചവെക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷ അത് വ്യത്യാസം ഉണ്ടാകുമല്ലോ. സോ അത് ഇപ്പം എൻ്റെ കൊളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും ഞങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു സമൂഹത്തിലാണെങ്കിലും ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ കാണുന്നത് ഇപ്പം ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഓരോ ചീഫ് സെക്രട്ടറിയും അവരുടെ തനതായിട്ടുള്ള ഒരു രീതിയാണ് ഓഫീസിലോട്ട് കൊണ്ടുവരുന്നത്. അത് ഭരണ നേതൃത്വത്തിനായാലും ഭരണകൂടത്തിനായാലും ഇതിൻ്റെ സപ്പോർട്ട് സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ മൊത്തം സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിറ്റിക്കും അറിയാം. അവർ ഇപ്പം പ്രവർത്തന രീതിയിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ ആളുകളെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു വിഷയം വന്നത് ഇപ്പോൾ പ്രവർത്തന ശൈലി പലർക്കും പലതായിരിക്കുമല്ലോ, വ്യത്യസ്തതകൾ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനിലും സ്റ്റൈലിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ജെൻഡർ, സ്ത്രീ പദവി എന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികൾക്ക് കാരണമാവുന്നുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി ഒരു പുരുഷ കമ്മ്യൂണിറ്റി ആകുമ്പോൾ എൻ്റെ റെസ്പോൺസസും എൻ്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി ഒരു സ്ത്രീ കമ്മ്യൂണിറ്റി ആകുമ്പോൾ എൻ്റെ റെസ്പോൺസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒബ്വിയസ്ലി എൻ്റെ പ്രവർത്തന ശൈലിക്ക് അത് ആ ഒരു ആസ്പെക്റ്റ് കാര്യമായിട്ട് കടന്നു വരും. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ അങ്ങയുടെ വർക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചല്ല. സമൂഹത്തിന് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ലീഡർഷിപ്പിന്, അത് ബ്യൂറോക്രാറ്റിക്കായ ലീഡർഷിപ്പായാലും പൊളിറ്റിക്കലായ ലീഡർഷിപ്പായാലും അവരുടെ ചിന്തകളെക്കുറിച്ചും മുൻവിധികളെക്കുറിച്ചുമാണ്. കൃത്യം 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട് ഒരു വനിതാ ഭരണാധികാരി റീജൻ്റായി തിരുവനന്തപുരത്ത് റാണി ഭരിക്കുന്ന സമയത്ത് അവർ ഔദ്യോഗികമായ എല്ലാ കാര്യത്തിനും, ഇപ്പോൾ അതായത് ഒരു ആളുമായി ചർച്ച നടത്തുകയാണ്, അതല്ലെങ്കിൽ ഒരു ഔദ്യോഗിക തീരുമാനം എടുക്കണം, എപ്പോഴും ഭർത്താവിനെ കൂടെ ഇരുത്തിയിട്ടേ തീരുമാനം എടുക്കുകയായിരുന്നുള്ളൂ എന്ന് ചരിത്രം എഴുതിയിട്ട് എന്ന് പറഞ്ഞതുപോലെ സ്ത്രീ ഇൻഡിപെൻഡൻ്റായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അത്ര പ്രാപ്തയല്ല എന്ന മട്ടിലുള്ള മുൻവിധി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മുൻവിധി മറ്റുള്ളവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ ആ മുൻവിധി വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ സർവീസിൽ ആ ഒരു മുൻവിധിയെ ഞാൻ കൂടുതലും അനുഭവിച്ചത് ചെറുപ്പത്തിലാണ്. പ്രായം കൂടും തോറും എനിക്ക് തോന്നുന്നു ഈ നമ്മളൊരു ഒരു സ്ത്രീ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഒരു അമ്മയുടെ സ്ഥാനത്തോട്ട് കടന്നു വരുമ്പോഴത്തേക്കും കുറേ കൂടി സ്വീകാര്യത ഉണ്ടാകുന്നു എന്നാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മളോടുള്ള ഇൻട്രാക്ഷനിലും നമ്മളുടെ ഉൾക്കൊള്ളുന്നതിലും ഒക്കെ തന്നെ ഇപ്പം പ്രായം കൂടും തോറും അത് കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നേരത്തെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കുറച്ചുകൂടി സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പഴഞ്ചൻ മൂല്യങ്ങളെ അതിജീവിക്കുന്ന കാര്യത്തിൽ മെച്ചപ്പെട്ടതാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ ബ്യൂറോക്രസിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും താരതമ്യം ചെയ്താൽ ഈ പഴഞ്ചൻ മൂല്യങ്ങളെ അല്ലെങ്കിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ അതിജീവിച്ച് കുറെ കൂടി പുരോഗമനപരമാവുന്ന ഒരു ചിന്ത സ്വീകരിക്കുന്ന കാര്യത്തിൽ ബ്യൂറോക്രസിയേക്കാൾ ബെറ്റർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ? എക്സ്പോഷർ കൂടുതൽ ഒരു തരത്തിൽ ഈ ഗ്രൗണ്ടിൽ ഓൺ ദ ഗ്രൗണ്ട് ലൈവ് വയറായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയല്ലേ. അപ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തിന് കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്നൊരു ഇട്ടാവട്ടത്തിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. യെസ്, അതൊരു ആത്മവിമർശനം കൂടിയായി വേണമെങ്കിൽ എടുക്കാവുന്നതാണല്ലോ. ഒപ്പം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായ ഒരു വലിയ വിവാദം, കലാകാരനായ RLV രാമകൃഷ്ണനെ നിറത്തിൻ്റെ പേരിൽ ഒരു കലാകാരിയായ സത്യഭാമ അപമാനിച്ചു. അന്ന് സമൂഹം മുഴുവൻ RLV രാമകൃഷ്ണൻ എന്ന കലാകാരനോടൊപ്പമാണ് നിന്നത്. സത്യഭാമയോടൊപ്പം ആരും നിന്നില്ല
അവർക്കത് പിൻവലിക്കേണ്ടി വന്നു, തിരുത്തേണ്ടി വന്നു. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം ആർജിച്ചിട്ടുള്ള ഒരു പൊതുബോധത്തിൻ്റെ കൂടി പ്രതിഫലനമാണല്ലോ. ഇവിടെ ഇപ്പോൾ കൃത്യമായി താങ്കൾ ഒരു വിഷയം പുറത്തേക്ക് പറഞ്ഞു, പക്ഷേ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞില്ല. അത് മനഃപൂർവ്വമാണോ, അങ്ങനെ പറയണ്ട എന്ന് വെച്ചിട്ടാണോ? ഞാൻ അത് പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഇവിടെ ഈ ഒരു കമൻ്റ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഉന്നയിക്കുന്നതിനുള്ളൊരു നിമിത്തമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതാര് പറഞ്ഞു അറിയേണ്ട കാര്യമില്ല എന്നുള്ളത് അത്ര പ്രസക്തമല്ല. ഇല്ല. ഓക്കെ. അല്ല, അപ്പോഴും നമ്മൾ എല്ലാവരും ചിന്തിക്കുക, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് സാധാരണ ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വളരെ ഉയർന്ന ആരെങ്കിലും ആയിരിക്കുമെന്നൊക്കെയുള്ള ആ തരത്തിലൊക്കെയുള്ള പല അസംഷൻസ് സമൂഹത്തിലുണ്ട്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമായ ആരെങ്കിലും ആണോ? ഞാൻ വിശ്വസിക്കുന്നത് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ആർക്കും എന്നോട് വന്ന് എന്തും പറയാൻ ഉള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ. ഈ വിഷയം തന്നെ ആ ചോദ്യത്തിന് ഓക്കെ. ഇപ്പോൾ എന്തായാലും ഈ ദേശീയ മാധ്യമങ്ങളിൽ തന്നെയും ഈ താങ്കളുടെ കുറിപ്പ് ചർച്ചയാവുന്നൊക്കെ ഉണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു പക്ഷേ ചർച്ചയായേക്കും അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തതയോടെ കൃത്യമായി പറഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൽ ഇനി ഇതാ ഇവിടെ നിർത്തുകയാണ് എന്ന ഒരു നിലയിലേക്ക് എത്തിയോ, അതോ കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. ഇപ്പം എനിക്ക് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അവശേഷിക്കുന്നതിന് 5 ആഴ്ച കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യണം. അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ചർച്ച തുടങ്ങി വിട്ടത്, അത് ആ ചർച്ച എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കണം എന്നും പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ ഔദ്യോഗികമായ ചുമതലകൾ അവസാനിച്ചാൽ ഈ കോഴ്സിന് വേണ്ടി നിൽക്കാൻ മനസ്സിലൊരാഗ്രഹമുണ്ട്. അതെ, തീർച്ചയായും. ഈ കാര്യം മക്കളോടൊക്കെ സംസാരിച്ചോ, ജീവിത പങ്കാളിയോടൊക്കെ സംസാരിച്ചോ? എന്താണ് അവരുടെ ഈ കാര്യത്തിൽ അഭിപ്രായം? അവരോടും കൂടിയൊക്കെ സംസാരിച്ചിട്ടാണല്ലോ ഈ പോസ്റ്റ് ഇടുമ്പോൾ ഒരു റിയാക്ഷൻ റെസ്പോൺസ് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ, ഈ രീതിയിലുള്ളൊരു റിയാക്ഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് വന്നതിൽ സന്തോഷം. പക്ഷേ എന്നിരുന്നാലും അതിന് ധൈര്യം തന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ശാരദ മുരളീധരൻ, കേരള ചീഫ് സെക്രട്ടറിയാണ് സംസാരിച്ചത്. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ, ഈ ചർച്ച പുരോഗമിക്കട്ടെ, പോസിറ്റീവായ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകളിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാം. ശ്രീ സണ്ണി കാപ്പിക്കാട്, ഇപ്പോൾ ചീഫ് സെക്രട്ടറി നിറത്തിന്റെ പേരിൽ ഒരു മോശം കമന്റ് നേരിട്ടു എന്നുള്ളത് ചില ആളുകളെങ്കിലും അത്ഭുതകരമായി എടുക്കുന്നുണ്ട്. താങ്കൾക്ക് അതൊരു അത്ഭുതകരമായ കാര്യമായി തോന്നുന്നുണ്ടോ? മുമ്പ് ബീഹാറിൽ ജിതൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയായ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അതിന് താഴെയുള്ള വകുപ്പ് സെക്രട്ടറിമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ആ ചീഫ് മിനിസ്റ്ററുടെ വസതിയിലെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ആളുകളുണ്ട് എന്ന് നമ്മളൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ വിവേചനം, അതല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലുള്ള ഭേദാഭേദ ചിന്ത എന്നുള്ളത് ഇനിയും മാറിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അല്ല, ഇതിനകത്ത് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു കാര്യമേ അല്ല. അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, നമ്മുടെ ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾ അവരുടെ നിറത്തിൻ്റെ പേരിൽ, അവർ കറുത്തിട്ടാണ്, നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നു. അവരൊരു പ്രതികരണം അതിന് നടത്തുന്നു. ആ വിഷയത്തെ, ആ സന്ദർഭത്തെ മലയാളി സമൂഹം എങ്ങനെയാണ് കാണേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരിക്കലും ബഹുമാന്യയായ ശാരദാ മുരളീധരൻ്റെ വ്യക്തിപരമായൊരു കാര്യമായി ഞാൻ കാണുന്നേയില്ല. അവർ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടാണ് ആ ആക്ഷേപം നേരിട്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണതയാണത്, സമൂഹത്തിൻ്റെ ഒരു മനോഭാവമാണത്. അതിൻ്റെ അംശങ്ങളിലേക്ക്,
ആ മനോഭാവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ ചർച്ച വികസിക്കുന്നില്ലെങ്കിൽ ഇത് കേവലമായ വ്യക്തിപരമായ ഒരു അനുഭവവും കാര്യവുമായി നമ്മൾ ചുരുക്കിയെടുക്കുകയായിരിക്കും ഫലം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നൊരു കാര്യം, എനിക്ക് 2-3 പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതിലൊന്ന്, മലയാളി സമൂഹം കറുപ്പ് എന്ന നിറത്തെ വെറുക്കുന്നൊരു സമൂഹമൊന്നുമല്ല. അവർ കറുത്ത വസ്ത്രം ധരിക്കുന്നവരാണ്, കറുത്ത അങ്ങനെ ദൈവങ്ങളെ തൊഴും. അമ്പലങ്ങളിലൊക്കെ ദൈവം കറുത്തായിരിക്കുന്നു. വണ്ടി കറുപ്പ് അവർക്ക് നിഷിദ്ധമൊന്നുമല്ല. പിന്നെ നിഷിദ്ധമായിരിക്കുന്നത് എന്താണ്? കറുത്ത മനുഷ്യരാണ് നിഷിദ്ധമായിരിക്കുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ സൈക്കിയിൽ കറുത്ത മനുഷ്യരോട് ഇത്രയും വലിയ ഒരു അവഗണനയും അവരെ അപമാനിക്കാവുന്നതാണ് എന്ന ഒരു തോന്നലും, കറുപ്പ് കഴിവില്ലായ്മയുടെ ശേഷിക്കുറവിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ശക്തമായിരിക്കുന്നത് എന്ന വിഷയം നമ്മൾ ഇതിൻ്റെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ചർച്ച നമുക്ക് എവിടെയും എത്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കറുപ്പ് എന്ന് പറയുന്ന അഴകിനെക്കുറിച്ച് പല സംഗതികളും നമ്മൾ കേട്ടിട്ടുണ്ട്. കറുപ്പിനെ നമുക്ക് റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട്, അതിനെ കാൽപ്പനികവൽക്കരിച്ചുകൊണ്ട്, കറുപ്പ് ഭയങ്കര സുന്ദരമായൊരു നിറമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ഇതിന് കൃത്യമായൊരു സോഷ്യോളജി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തെന്നാൽ, ഈ കേരളത്തിൽ വെളുത്തവരെന്ന് പറയുന്ന വിഭാഗം, അങ്ങനെ വെളുത്തവരൊന്നും ഉള്ളൊരു സമൂഹമല്ല കേരളം. കേരളത്തിൽ ഒരു തരം മണ്ണരയുടെ നിറമുള്ള മനുഷ്യരേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വെളുപ്പില്ല അവർക്ക്. പക്ഷെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്ത് കറുത്ത ബോഡി, മനുഷ്യൻ്റെ കറുത്ത ശരീരമെന്നത് വെറുക്കപ്പെടേണ്ടതായതിൻ്റെ പിന്നിൽ അതിന് വളരെ വ്യക്തമായും നമ്മളുടെ ജാതി ജീവിതവുമായി ബന്ധമുണ്ട്. നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ സമൂഹത്തെ തീറ്റിപ്പോറ്റിയ മനുഷ്യരിൽ ഒരുപക്ഷെ സമൂഹം ഉപേക്ഷിച്ച് പുറത്തു നിർത്തിയ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം പേരുടെയും നിറം കറുത്തതാണ്. അതുകൊണ്ട് തന്നെ കറുപ്പെന്നത് വെറുക്കപ്പെടേണ്ട ഒരു നിറമാണെന്ന് മലയാളിക്ക് ആരും പറയാതെ തന്നെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. അത് സവർണറിലെ കറുപ്പിനോട് പോലും അവന് വിരോധമുണ്ട്. സവർണറിലെ കറുപ്പിനോട് പോലും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചർച്ച ചെയ്താൽ ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക? ചീഫ് സെക്രട്ടറി അപമാനിക്കപ്പെടുന്നു, ജിതിൻ മാഞ്ചി അപമാനിക്കപ്പെടുന്നു, ഇന്ത്യൻ പ്രസിഡൻ്റ് അപമാനിക്കപ്പെടുന്നു. ഇതൊക്കെ ഇവിടെയുള്ള സിറ്റുവേഷനാണ്. നമ്മൾ ഈ നിറത്തിൻ്റെ പേരിൽ ഈ അപമാനിക്കപ്പെടുന്ന മനുഷ്യർക്ക് വ്യക്തിപരമായി അതിജീവിക്കേണ്ട ഒരു കാര്യമായി നമ്മളതിനെ ചുരുക്കി കാണരുത്. സമൂഹത്തിൻ്റെ മനോഭാവത്തിലാണ് ഒരു തിരുത്ത് നമുക്ക് വരുത്തേണ്ടത്. ആ തിരുത്ത് വരണമെങ്കിൽ ഈ കറുത്ത മനുഷ്യരും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യക്ഷമാകേണ്ടതുണ്ട്. അവരും അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്ക് അങ്ങനെയില്ല. നമ്മുടെ സിനിമയായാലും നോവലായാലും അങ്ങനെയുള്ള മാധ്യമങ്ങളായാലും ഇവിടെയൊക്കെ എടുത്താൽ ഇവർ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള പ്രസൻസ് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അത്തരമൊരു സമൂഹത്തിൽ കറുത്തിരിക്കുന്ന ഒരാൾ അപമാനിക്കപ്പെട്ടു എന്നത് ഒരു വാർത്ത പോലുമല്ല. കാരണം അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതൊരു വാർത്തയാവുന്നത് ചീഫ് സെക്രട്ടറിയാണ്, പ്രിവിലേജ്ഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് കറുത്ത മനുഷ്യർ ജീവിക്കുന്നൊരു സമൂഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ കറുത്ത മനുഷ്യനാണ്, എൻ്റെ വീട്ടിലുള്ളവർ കറുത്തവരാണ്, എൻ്റെ കൂട്ടത്തിലുള്ളവർ കറുത്ത, ഞാൻ ജനിച്ച ഗ്രാമത്തിൽ മിക്കവാറും എല്ലാവരും കറുത്തവരായിരുന്നു. ഞങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നേ? ഞങ്ങളൊക്കെ അറബിക്കടലിൽ ചാടി ചാകണോ? ഈ അപമാനിക്കപ്പെട്ട് ജീവിക്കണോ? ഇതെന്താണ് ഇത്? അതാണ് തിരുത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. അത് തിരുത്തണമെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഈ മനോഭാവത്തിൻ്റെ അടിവേരുകൾ കണ്ടെത്താൻ പറ്റും. അത് വ്യക്തിപരമായ ഒരു വിവേചനമായിട്ടും ശാരദാ മുരളീധരനുള്ള തൊഴിൽപരമായ സംഗതികൾക്കകത്തുള്ള പ്രശ്നമായിട്ടും കേവലം ജെൻഡർ ക്വസ്റ്റ്യനായിട്ടും, ദർ ഇസ് ജെൻഡർ, എനിക്ക് ആ കാര്യം തർക്കമൊന്നുമില്ല, സ്ത്രീയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അത് മാത്രമായിട്ടും ചുരുക്കി കണ്ടാൽ നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ നാട്ടുകാരൊരു കവി ഉണ്ടായിരുന്നു.
അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതിയൊരു കവിത പ്രണയപൂർവ്വം എന്നാണ് കവിതയുടെ പേര്. ആ കവിതയിൽ 2 വരിയുണ്ട്. സൗമിനി കറുപ്പ് അഴകാണെന്ന് നീ പറയരുത്. ജി ശശി മധുരവേലി എന്നാണ് ആ കവിയുടെ പേര്. സൗമിനി കറുപ്പഴകാണെന്ന് നീ വെറുതെ പറയരുത്, പിന്നെ കറുത്തവരെങ്ങനെ അപമാനിക്കപ്പെട്ടു എന്നാക്കി. ഇതാണ് മലയാളി നേരിടുന്ന പ്രശ്നം. കറുത്ത മനുഷ്യർ ഇവിടെ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലമായി നമ്മൾ എടുക്കേണ്ടത്. അതിലൊരു തിരുത്തു വരുത്തുവാൻ നമുക്ക് കഴിയുമോ എന്നതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സംസാരിച്ച് പറഞ്ഞത് പുതിയ തലമുറയിൽ പുതിയ സെൻസിബിലിറ്റീസ് രൂപം കൊണ്ടെന്നുള്ളതൊരു പ്രതീക്ഷാനിർഭരമായ കാര്യം തന്നെയാണ്. നമുക്ക് അതൊരു തർക്കത്തിനും അവകാശമില്ലാത്ത വരും. ശാരദാ മുരളീധരന് പോലും കുട്ടികളാണ് ധൈര്യം കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ സിനിമാ മേഖല എടുക്കുക, അവിടെ എത്ര കറുത്ത ബോഡി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇല്ല, സെലിബ്രേറ്റ് ഉന്നയിച്ചതാണ് ഈ വിഷയത്തിലെ മൗലികമായ വിവാഹ പരസ്യങ്ങൾ. തീർച്ചയായിട്ടും ആ വിഷയം തന്നെയാണ് അതിലെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ വിഷയം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയത്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ സ്കിന്നിൻ്റെ കളർ അല്ലെങ്കിൽ നിറം എന്നുള്ളതാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാന മാനകം എന്ന നിലയിൽ സാമൂഹ്യ ചിന്തയുള്ള, അത് ആഴത്തിൽ പതിച്ചിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയല്ലാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. നോക്കൂ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യവർദ്ധക ക്രീമിൻ്റെ പേര് ഫെയർ ആൻഡ് ലവ്ലി എന്നാണ്. നിങ്ങൾ ഫെയർ ആയിരുന്നാലേ ലവ്ലി ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഹാൻസം ആവുകയുള്ളൂ. അപ്പോൾ ഫെയർനെസ് എന്നുള്ളത് ഒരു അടിസ്ഥാന മാനകമായി തന്നെ കാണുന്ന ഒരു സൊസൈറ്റിയിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ നടക്കും എന്ന് സ്വാഭാവികമായും ചിന്തിക്കണമല്ലോ. അവിടെയാണ് ശ്രീ അഭിലാഷ്, അതിന് ഒരുപാട് സങ്കീർണമായ ഒരു ചരിത്രമുണ്ട്. 7 ജൂൺ 1893 സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ മഹാത്മാഗാന്ധിയെയും വെളുത്ത വർഗ്ഗക്കാരനല്ലാത്തത് കൊണ്ടാണ് ആ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും ഇടയിലേക്ക് പിടിച്ചു തള്ളുകയും ചെയ്യുന്നത്. അപ്പൊ ബ്ലാക്കും ബ്രൗണും വൈറ്റും എല്ലാം ശരീരത്തിന്റെ കളേഴ്സിന്റെ റിയാലിറ്റി ആയിരിക്കാം. പക്ഷേ വിവേചനവും ആൾക്കാരെ അതിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഭാഷ തന്നെ നോക്കൂ, പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനം ഭാഷയാണ്. ഈ വിവേചനങ്ങൾ ജീവിക്കുന്നത് ഭാഷയിലൂടെയാണ്. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ യു ഹാവ് ടു ബി ഫെയർ എന്ന് പറഞ്ഞാൽ നീ നീതിപൂർവമായിരിക്കണമെന്നാണ്. പക്ഷെ ആ ഫെയർ എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഒരു വർണ്ണത്തെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. നേരത്തെ സൂചിച്ച പോലെ ഫെയർ ആൻഡ് ലവ്ലി, ഇപ്പൊ ഒരു പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്നാക്കി. അല്ലെങ്കിൽ ഹിന്ദിയിൽ എടുത്തു നോക്കിയാൽ ഗോരി എന്ന് പറഞ്ഞാൽ സുന്ദരി, ഗോര എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളവൾ, കാലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മോശം നിറമുള്ളതാണ്. അതാണ് പഴയ മെഹബൂദിന്റെ പാട്ട് ഓർമ്മ കാണും, ഹം കാലേ ഹേ തോ ക്യാ ഹുവാ ദിൽ വാലേ ഹേ, ഞാൻ കറുത്തവനാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹൃദയമുള്ളവനാണ്. ഇപ്പൊ ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ സണ്ണി കപ്പിക്കാട് സാറ് പറഞ്ഞതോ മൃദുല മാഡം പറഞ്ഞതിനോടും വിയോജിക്കുന്നില്ല. അവിടെയാണ് അതൊരു സ്ലോ പ്രോസസ് ആണ്. എങ്കിലും സമൂഹത്തിലൊരു മാറ്റം വരണമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ കറുപ്പാണ്, നമ്മുടെ ശ്രീരാമൻ കറുപ്പാണ്, അല്ലെങ്കിൽ ഇരുനിറമാണ്. ഒരുപക്ഷെ ശ്യാമവർണ്ണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലൂ കുറെ കൂടെ അവരെ ആട്രിബ്യൂട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ചരിത്രത്തിൽ അങ്ങനെ കറുപ്പും വെളുപ്പുമുണ്ട്. എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവർക്ക് തമ്മിൽ വിവേചനം ഇല്ലാതാക്കണമെന്നും ഉള്ള ചിന്ത ലോകത്ത് വളരെ പ്രധാനമാണ്. നമ്മുടെ രാജ്യം അത്തരം കാര്യങ്ങൾക്ക് പുറകിലാണ്, പാശ്ചാത്യരാണ് കുറെ കൂടി ഈ കാര്യത്തിൽ വോക്ക് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന രീതിയിൽ പോസിറ്റീവ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ടവരെ എടുത്താൽ മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം ഈ കറുത്ത വംശജനാണ്. അല്ലെങ്കിൽ നെൽസൺ മണ്ടേല കറുത്ത വംശജനാണ്. മഹാത്മാഗാന്ധിയും വെളുത്ത വംശജനല്ല. ബരാക് ഒബാമ പോലെ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയും കറുത്ത വംശജനാണ്. അങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ജനതയുടെ വ്യാപനവും തദ്ദേശീയരുടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവാം. പക്ഷെ ചരിത്രത്തിനേക്കാൾ ഇന്നിൽ ജീവിച്ച് നാളെയിലേക്ക് ഒരു പ്രതിരോധം തീർക്കുക, പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള പ്രതിവിധിയിലേക്കാണ് വരേണ്ടത്. അവിടെയാണ് നമ്മുടെ കുട്ടികളെയും വരുന്ന തലമുറയും വർണ്ണവിവേചനം. ഈ വരുന്ന തലമുറയുടെ കാര്യം പോസിറ്റീവായി തന്നെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോഴും ശരിയാവില്ല. ഇപ്പോൾ വെളുത്ത വംശജർ, കറുത്ത വംശജർ എന്നീ 2 റേസുകൾ തമ്മിലുള്ള വിവേചനത്തിന്റെ കാര്യം ഇവിടെ രാഹുൽ സൂചിപ്പിക്കുമ്പോഴും നമ്മളെല്ലാവരും ഒറ്റ വംശജരാണ്. ഈ സ്കിൻ ടോണിന്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അല്ലാതെ 2 വംശങ്ങളുടെ കഥ പോലും ഇവിടെ ഇല്ല എന്നിരിക്കെ ഇപ്പൊ കല്യാണം, നേരത്തെ സൂചിപ്പിച്ച ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഫിലിം, ഇങ്ങനെയുള്ള സകലതിനും ഈ ഫെയർനെസ് അല്ലെങ്കിൽ ഈ നിറം, സ്കിന്നിന്റെ നിറം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടില്ലല്ലോ. അതെ, അതൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കല്യാണ പരസ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വെളുത്ത പെൺകുട്ടി, വെളുത്ത നിറക്കാരി എന്നൊക്കെ തന്നെ എടുത്തെഴുതാറും മറ്റുമുണ്ട്. അവിടെയാണ് കുറെ കൂടി ഇത്തരം കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ ഉറച്ചു പോയതാണ്. നൂറ്റാണ്ടുകളുടെ കണ്ടീഷനിങ് കാരണം
ഉപബോധ മനസ്സിൽ ഉറച്ചു പോയതാണ്. അവിടെയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ കുറെ കൂടെ അവർ ആ ടെർമിനോളജി തന്നെ മാറ്റിയിട്ടുണ്ട്. വൈറ്റ് എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും കോക്കേഷ്യൻ എന്നൊക്കെ പറയുകയും, ഇപ്പൊ നേരത്തെ മൃദുല മാഡം ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നീഗ്രോ എന്ന വാക്കിന് യാതൊരു തെറ്റുമില്ല, പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ബ്ലാക്ക് എന്നൊക്കെയാണ് ഇപ്പൊ US ടെർമിനോളജിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ സെൻസിറ്റൈസ് ചെയ്യുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ആരെയും അങ്ങനെ എന്താ പറയുക അകറ്റി നിർത്താനുള്ളതല്ല. നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ വിഭാഗത്തിന്റെയോ പേരിൽ ഒരു വ്യക്തിയുടെ കഴിവിനെയും ആ വ്യക്തിയുടെ മൗലികതയും മനസ്സിലാക്കാതെ മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരികയായിരിക്കും അതിന്റെ സൊല്യൂഷൻ. കാര്യം ഇന്ന് ആധുനിക തലമുറയിൽ ഒരുപാട്, ഇപ്പൊ നേരത്തെ സണ്ണി സാർ പറഞ്ഞ പോലെ ഇപ്പൊ സിനിമാ മേഖലയിലാട്ടെ കറുത്ത നിറം ഉള്ള ആൾക്കാർ കൂടി ഒരുപാട് രംഗത്ത്, ഇപ്പം ലോകതലത്തിൽ നോക്കുകയാണെങ്കിൽ വിൽ സ്മിത്തിനെ പോലുള്ളവരൊക്കെ ഒരുപാട് ഹോളിവുഡിലടക്കം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ പല ആൾക്കാർ വരുന്നു. പഴയ രീതിയിലുള്ള യാഡ് സ്റ്റിക്കിൽ സുമുഖനും വെളുത്തവനുമായ പ്രേം നസീർ മാത്രമല്ല, അല്ലെങ്കിൽ ആ സങ്കല്പത്തിലെ ഹീറോ മാത്രമല്ല, അപ്പം ഹീറോ സങ്കല്പങ്ങളിലും ഹീറോയിൻ സങ്കല്പങ്ങളിൽ പോലും ഒരു ചെറിയ പരിധി വരെ, ഒരുപാടല്ലെങ്കിലും ചെറിയ പരിധി വരെ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇത്തരം മാറ്റങ്ങളെ സ്വാഗതം ചെയ്യണം. ഇത് പരസ്പര സ്പർദ്ധ ഉണ്ടാക്കാതെ ചരിത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന, പ്രത്യേകിച്ച് ഉപബോധ തലത്തിൽ നിൽക്കുന്ന കാര്യമാണ്. വളരുന്ന കുട്ടികളെ അത് സെൻസിറ്റൈസ് ചെയ്യണം എന്നുള്ളതാണ് സത്യം. ഇനി ഒരു കാര്യം സമ്മതിക്കാതെയും തരവില്ല, ജാതിയുടെയും വംശത്തിന്റെയും ഒക്കെ സബ് ടെക്സ്റ്റുകൾ ഈ വിഷയത്തിലുണ്ട്. നമുക്കതിനെ നേരിട്ട് അഡ്രസ് ചെയ്യാം, നേരിട്ടല്ലാത്ത രീതി അഡ്രസ് ചെയ്യാം, അത് ചരിത്രത്തിൽ വ്യത്യസ്ത രീതി അഡ്രസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അത് അഡ്രസ് ചെയ്യപ്പെടണം. അത് ഇനിയും വരുന്നൊരു ജനറേഷനെ ബാധിക്കാതിരിക്കാനുള്ള ഒരു മര്യാദയും ഉത്തരവാദിത്വവും നമുക്ക് കാണിക്കണം. കാര്യം നമ്മളെ പോലും എല്ലാം സെക്കൻഡറി ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരും നായ്ക്കളും ഇവിടെ കയറരുത് എന്ന് എഴുതി വെച്ചത് നമ്മളെ എല്ലാം കൂടി ഉദ്ദേശിച്ചാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി, ദേശീയപരമായി, വർണ്ണപരമായി, വിഭാഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള ഫോർവേഡ് ലുക്കിംഗ് സൊല്യൂഷൻസ് ആണ് നമുക്ക് വേണ്ടത്. യെസ്, തീർച്ചയായിട്ടും. ശ്രീമതി മൃദുല ദേവി, ഇവിടെ ഇപ്പോൾ നേരത്തെ ചരിത്രപരമായി തന്നെ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ. നിറം പലയിടങ്ങളിൽ പ്രവർത്തിക്കാം. അതിപ്പോൾ ഈ കല്യാണത്തിലും അതുപോലെ തന്നെ സിനിമയിലും മാത്രമല്ല, അക്കാഡമിക്സിൽ, നമ്മുടെ മറ്റു വ്യവഹാരങ്ങളിലൊക്കെ പലപ്പോഴും ഈ സ്കിൻ കോംപ്ലക്ഷൻ പ്ലസോ മൈനസോ ഒക്കെ ആകാറുണ്ട്. വ്യക്തിപരമായി തന്നെ പലരും അനീതി നേരിടാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം മാറുന്നുണ്ട്, സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ എത്രമാത്രം മാറ്റം വരുന്നുണ്ട്, എത്രമാത്രം പ്രോഗ്രസീവ് ആവുന്നുണ്ട് നമ്മൾ എന്ന നിലയിലൊരു അന്വേഷണം നടത്തിയാൽ എന്തായിരിക്കും അതിന് ഉത്തരം? അത് നമുക്ക് വളരെ കുറഞ്ഞ അളവിലാണെന്ന് പറയാൻ പറ്റും. അത് കുറഞ്ഞ അളവിലാകുന്നതിന് പിന്നിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിനല്ല വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും പറയാനുണ്ട്. അതായത് ഇപ്പോ ശാരദ മാഡം തന്നെ പറഞ്ഞിരുന്നു, അവരുടെ മക്കളാണ് ഒരു എൻകറേജ്മെന്റ് നൽകിയത്. അതുപോലെ തന്നെ പുതിയ പിള്ളേരിൽ നേരിയ പ്രതീക്ഷ ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ പുതിയ സമൂഹത്തിനുണ്ടായത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിച്ച ഒരു കാലയളവില് ഇത്തരത്തിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്നും കുറച്ച് യൂത്ത് ഇപ്പം മാറി ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ രചനകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒക്കെ എത്തിയപ്പോഴും അതേ ആ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർ അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴുമായിരുന്നു. അത് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആവു വിശപ്പില്ലേ, കച്ചിയ പലത, തുവള്ളിക്കുന്നൊക്കെ തേൻ കുഴമ്പും എന്നൊക്കെയുള്ള സവർണ ഗന്ധഗോപുരങ്ങൾ ഇരുന്ന വായനകളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് ഇന്ത്യയുടെ മറ്റൊരു രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടുവരികയും അധ്യാപകരും കുട്ടികളും തമ്മിൽ മറ്റൊരു ഇഴയെടുപ്പം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് പല വിഷയങ്ങളും ഉണ്ടാകുന്നു. രാജ്യത്തകത്ത്, ഇന്ത്യക്കകത്ത്, അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ഗ്ലോബൽ സമൂഹത്തെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ അതിനോട് ഉപോത്ബലകമായി നമുക്ക് കിട്ടിയ റിസൾട്ട് ഇവിടെ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. കാര്യം ഈ കുഞ്ഞുങ്ങൾക്കോ അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ കയ്യിലോ പ്രിവിലേജോ പവറോ ഇല്ലായിരുന്നു. അത് വലിയൊരു ഘടകമാണ്. ഇപ്പൊ നമ്മൾ റീൽസ് എടുത്തു നോക്കുക. ഈ റീൽസിൽ മിക്കപ്പോഴും ഉണ്ട്, ഒരുപാട് ഡെറിഗേറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ കുറച്ച് പ്രിവിലേജ് കുറഞ്ഞ മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള കറുത്ത നിറമുള്ള ആൾക്കാർ, ജാതി താഴ്ന്നതെന്ന് മുദ്രകുത്തപ്പെട്ട മനുഷ്യരുടെയൊക്കെ ചാനലുകൾക്ക്, അവരുടെ റീൽസുകൾക്കൊക്കെ പൊതുസമൂഹം കൊടുത്തിട്ട് വലിയൊരു സപ്പോർട്ടുണ്ട്. അത് പോസിറ്റീവാണ്. ഇനി ഇതുപോലെ സത്യഭാമ എന്ന സത്യഭാമയ്ക്കെതിരെ ലോക മലയാളികളാണ് ആഞ്ഞടിച്ചത്. പക്ഷെ അത് ഏത് രീതിയിലാണ് കേരളം ഉപയോഗപ്പെടുത്തിയത്? ഉപയോഗപ്പെടുത്തിയില്ല. സത്യഭാമയുടെ കൂടെ നിൽക്കുവാനും വന്ന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് തോട്ടിനെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കക്കകത്തൊക്കെ ഈ കറുത്ത വംശജരെ പ്രതിമകളാക്കി കൊണ്ടുള്ള അത്തരം പ്രതിമകൾ കൊണ്ടുവന്നതുപോലെ, അതുപോലെ അക്കൗണ്ടന്റുകളായിട്ട് ഫ്രണ്ട് ഡോർ ഓഫീസുകളിൽ കറുത്ത വംശജരെ അവർ കൊണ്ടിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇത് ഇറക്കി വിട്ടുകൊടുത്തിരുന്നു. ഇപ്പൊ എന്റെ അടുത്തൊക്കെ
പല ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടിയൊക്കെ ഈ ഗാർമെന്റ്സ് ബിസിനസ് നടത്തുന്നവർ വന്ന് എനിക്ക് ഇട്ട് തരും. മാഡത്തിനൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതല്ലേ, അപ്പൊ മാഡമൊക്കെ ഇതുമായിട്ട് സഹകരിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇവർ ഇട്ട് തരുന്നത് മുഴുവനും നല്ല വെളുത്ത ആൾക്കാരുടെ ഫിഗറുകളാണ് ഇടുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു കറുത്ത സ്ത്രീയാണ്, നിങ്ങളൊരു കറുത്ത മോഡലിനെ എനിക്ക് താ, അപ്പൊ ഞാന് സംസാരിക്കാം, ഞാനിത് വാങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതവും ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അവർ ഞങ്ങളോട് പറയുന്നു, മാഡം ഞങ്ങൾക്ക് കറുത്ത മോഡലുകളെ കിട്ടാനില്ല. ഞാൻ തന്നെ എനിക്കറിയാവുന്ന 2-3 പേരുടെ പടം ഇട്ടുകൊടുത്തു കഴിഞ്ഞ് അപ്പൊ അവർ പറഞ്ഞു അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അറിയിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ തുടരന്വേഷണം നടത്തിയപ്പോ ഇവരുടെ കൂടെയുള്ള വെളുത്ത മോഡലുകൾക്ക് അവർ പൈസ കൊടുക്കുന്നു, കറുത്ത മോഡലുകൾ വെറുതെ വന്ന് അഭിനയിച്ചിട്ട് പൊക്കോട്ടെ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ നമ്മളൊരു പരിധി വരെയൊക്കെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുള്ളൂ. നമ്മൾ എപ്പോൾ ജെൻഡറിനെ പറ്റി സംസാരിക്കുന്നു, എപ്പോൾ ജാതിയെ പറ്റി സംസാരിക്കുന്നു, എപ്പോൾ റേഷ്യസത്തെ പറ്റി സംസാരിക്കുന്നു, ഇത് നിറമല്ല വിഷയം. നിറമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചുരുക്കരുത്. കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വാക്കേ പറയരുത്. ഇത് റേഷ്യസമാണ്. അതിനകത്ത് വംശീയതയും ജാതിയും കൂടെ ചേരുമ്പോൾ എത്ര ടോപ്പർ പൊസിഷൻ ഉള്ള ഒരു ലേഡി ഉയർന്നു വരുമ്പോഴും അവരുടെ ആശയത്തെ ഹനിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മറ്റൊരു തരത്തിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പലതും പറഞ്ഞതിനകത്ത് മാറി നിൽക്കാം, പ്രിവിലേജിന്റെ അട്ടത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എപ്പോഴാണ് വർണ്ണവിവേചനത്തിനെ പറ്റി എപ്പോൾ സംസാരിക്കുന്നു അവരുടെ കൂടെ നിൽക്കുക, പ്രത്യേകിച്ച് അവർ ഒരു സ്ത്രീ ആകുമ്പോൾ വിവേചനത്തിന് വ്യത്യസ്ത അടരുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കമ്മിങ് ഔട്ട് ചെയ്യുമ്പോൾ, മുഴുവൻ കമ്മിങ് ഔട്ട് ചെയ്യാൻ ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അത് എത്ര പ്രിവിലേജ് ആയിട്ടുള്ള ആളാണെങ്കിലും പ്രിവിലേജ് കുറവുള്ള ആൾക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായും. പക്ഷെ അപ്പോഴും ഇതിനകത്ത് മറ്റ് അഴകളവുകളോ അല്ലെങ്കിൽ അതിലെ സ്കെയിൽ അല്ല നോക്കേണ്ടത്, അവർക്കൊപ്പം നിൽക്കുക എന്നൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ പല ഫെമിനിസ്റ്റുകളും ഇതിനകത്ത് പല രീതിയിൽ പെരുമാറുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു അജിറ്റേഷൻ അല്ല ഇത്, ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ഒരുപാട് മനുഷ്യർ ചവിട്ടാഴങ്ങളിൽ ചതുപ്പുകളിൽ വീണ് പോയ ഒരു വിഷയമാണിത്. ഒരുപാട് പേർ മരിച്ചു. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വംശത്തിന്റെയും പറഞ്ഞതിന്റെയും പറയാത്തതിന്റെയും മിണ്ടാനോ പറ്റാത്തതിന്റെ പേരിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഈ വിഷയത്തിൽ അവർക്കൊപ്പം ആവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അവരുടെ പാർട്ടി നോക്കുന്നില്ല, അവരുടെ ഏത് പൊസിഷനിൽ അവർ എത്തിയെന്നുള്ളതാണ്. ഏത് പൊസിഷനിൽ എത്തിയാലും സ്ത്രീ എന്ന സ്ത്രീയാണ്, നിറം എന്ന നിറമാണ്. ആ നിറത്തിനകത്ത് കറുപ്പ്, പച്ച പോലെ, മഞ്ഞ പോലെ, നീല പോലെ ഒരു നിറമല്ല എന്നും, പ്രത്യേകിച്ച് അതിനകത്ത് ഒരു സ്ത്രീയാകുമ്പോൾ കൂടുതൽ വൾണറബിലിറ്റി നേരിടേണ്ടി വരുമെന്നും, പുരുഷ സമൂഹങ്ങളാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പണപ്പ് ആകുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും അവർ വ്യക്തമാക്കി. ഇനി അതിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ജാതിയെ കൂടി അഡ്രസ് ചെയ്യണം. ഞാൻ നേരത്തെ സണ്ണിച്ചാൻ ഞാനും നേരത്തെ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുന്നു. മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് മാറ്റമുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ എല്ലാ ഇടങ്ങളിലും എത്തിക്കണം. ഇപ്പോൾ നമ്മളിപ്പോ നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്, അവിടെ 8 മണിക്കത്തെ ചർച്ചയ്ക്ക് കറുത്ത മുഖങ്ങൾ കടന്നു വരണം. മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ളവരും അവിടെ എത്തണം, ക്യൂർ സമൂഹങ്ങൾ എത്തണം, എല്ലാ മനുഷ്യരും അവിടെ എത്തണം, കാണണം. അതുപോലെ മോഡലുകൾ ഇവിടെ ഉണ്ടാകണം എല്ലാ സ്ഥലത്തും. പ്രൈവറ്റ് സെക്ടർ കംപ്ലീറ്റ് രാഷ്ട്രത്തിന്റെയും വംശീയതയുടെയും അധീനതയിലാണ്. പബ്ലിക് സെക്ടറിലേക്ക് PSC ഉള്ളതുകൊണ്ട് കടന്നു വരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ കടന്നു വരുമ്പോൾ ഇതുപോലുള്ള അവഗണന ഉണ്ടാകുന്നുമുണ്ട്. അപ്പോ ഈ മാറ്റങ്ങളെ യൂസ് ചെയ്യുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. കാരണം നിയമം ജെൻഡറിന്റെ കാര്യത്തിലും ജാതിയുടെ കാര്യത്തിലും നമ്മൾ നിയമം പാലിക്കില്ല. മാസ്ക് വെക്കണമെന്ന് പറഞ്ഞു നമ്മൾ അനുസരിച്ചു. പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റൽ ചേഞ്ച് ആണ് ആവശ്യം. ആ പോയിന്റിനോട് യോജിക്കുന്നു. മനുഷ്യ സണ്ണി കപ്പിക്കാട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് മാത്രം ഭാഷയിൽ, വ്യവഹാര ഭാഷയിൽ, അത് പത്രങ്ങളിലാവട്ടെ, മാധ്യമങ്ങളിലാവട്ടെ, രാഷ്ട്രീയ ഭാഷയിലാവട്ടെ, സഭകളിലാവട്ടെ വന്നിട്ടുള്ള മാറ്റം ദൃശ്യമാണ്, പ്രകടമാണ്. സമൂഹം മാറുന്നുണ്ട്. അത് എത്ര വേഗത്തിൽ, എത്ര കുറഞ്ഞ് എന്നുള്ള ചർച്ച അവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സൊസൈറ്റൽ ചേഞ്ചിനുള്ള ഒരു തലം കേരളത്തിൽ സജ്ജമാണ്. അത് സ്വാഭാവികമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അത് സ്വാഭാവികമായി നടന്നൊരു കാര്യമായി നമ്മൾ എടുക്കരുത്. കഴിഞ്ഞൊരു 10 വർഷമായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മളുടെ ഭാവനകളിൽ, സാഹിത്യ ഭാവനകളിൽ, കലാഭാവനകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശ്രമകരമായ വലിയ ജോലികൾ, സാമൂഹികമായ അന്വേഷണങ്ങൾ, സമരങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. അവിടെ നമ്മളത് അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഇതങ്ങ് പൂർത്തീകരിച്ചോളുമെന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാനതാ പറയുന്നത്. ഇത് മനസ്സിൽ ഉറച്ചു പോയതാണ്. ഒത്തിരി കൊല്ലമെടുക്കുന്നൊന്നും അല്ല അതിൻ്റെ കാര്യം. നമ്മൾ ആ വിഷയം സമൂഹത്തിൽ
മുന്നോട്ട് കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും തുറന്ന് ചർച്ച ചെയ്യുകയും ആത്മാർത്ഥമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിധമുള്ള ഒരു ഉത്ബുദ്ധത നമ്മളിവിടെ പ്രദർശിപ്പിക്കണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു കേവലമായ ഒരു ഉദ്യോഗസ്ഥയോ ഒന്നുമല്ല. നമ്മൾ മലയാളിയുടെ ഉത്ബുദ്ധതയാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ബോഡി ഉള്ള ഒരു കറുത്ത നിറമുള്ളൊരു ആളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത വിധം ഉത്ബുദ്ധമല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അവിടെ നടന്ന പല യുദ്ധങ്ങളാണ് ഈ പുതിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കൂടെ പുതിയ വിമർശനങ്ങളും പുതിയ വിശദീകരണങ്ങളും ചർച്ചകളും ആത്മാർത്ഥമായ പരിശ്രമങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല. ഇത് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന കാര്യവുമല്ല. തീർച്ചയായും. രാഹുൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, ഇന്റർസെക്ഷനാലിറ്റി ഇതിലെ വലിയൊരു ഇഷ്യൂ ആണ്. അതായത് ഇന്റർസെക്ഷനാലിറ്റി എന്ന ആശയം പൊതുവെ ഫെമിനിസ്റ്റ് കൊണ്ടുവരുന്ന ഫെമിനിസ്റ്റ് ആശയമാണ്. എനിക്ക് അവരോട് ബഹുമാനപരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിലും ഈ കാര്യത്തിൽ പറയുന്ന സത്യമാണ്. അതായത് ഒരുപാട് സ്വത്വങ്ങൾ, സ്ത്രീ എന്ന സ്വത്വം, ജാതി എന്ന സ്വത്വം, നിറമെന്ന സ്വത്വം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്ന് പലപ്പോഴും പുരുഷന്മാരെ കുറിച്ച് പറയാറുണ്ട്. വൈറ്റ്, ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് പലപ്പോഴും സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ, ശരീരത്തിന്റെ നിറത്തെ പെർസീവ് ചെയ്യുന്ന സങ്കല്പങ്ങളിൽ, ബോഡി ഷെയ്മിംഗ് പോലുള്ള കാര്യങ്ങളിൽ പൊളിറ്റിക്കലി ആൻഡ് എത്തിക്കലി കറക്റ്റ്, അതായത് ഫാഷനബിൾസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നാട്ടുകാരെ കാണാൻ പറയുന്നതിന് മാത്രമല്ല, പൊളിറ്റിക്കലി ആൻഡ് എത്തിക്കലി കറക്റ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് വേണം. അതിന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരണം, സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം, സെൻസിറ്റൈസേഷൻ വരണം. കാര്യം പലപ്പോഴും ഇത് കൂടുതൽ, നേരത്തെ ചീഫ് സെക്രട്ടറി വളരെ മനോഹരമായി സംസാരിച്ചു, വളരെ ഇൻസ്പയറിംഗ് ആയി സംസാരിച്ചു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് പലപ്പോഴും ഇത് കൂടുതൽ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് കറുത്ത നിറത്തിലുള്ള അല്ലെങ്കിൽ ആ വർണ്ണമുള്ള പെൺകുട്ടികളാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ഈ വിവേചനവും ഒരു സെക്കൻഡ് സിറ്റിസൺ ട്രീറ്റ്മെന്റ് ഒക്കെ അനുഭവിക്കുന്നത്. പലപ്പോഴും അവർക്ക് അങ്ങനെ ഒരു അപകർഷതാബോധമോ ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ആവശ്യമില്ലാത്തതാണ്, പക്ഷേ നമ്മുടെ സമൂഹം കൊടുക്കാറുണ്ട്. അപ്പൊ ആ തലത്തിൽ നിന്ന് തന്നെ, സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ അത് മാറ്റാനുള്ളൊരു കാര്യം വേണം. അതോടൊപ്പം കർമ്മമാണ്, ചർമ്മമല്ല, കർമ്മമാണ് പ്രധാനം. ചർമ്മത്തിന് സെക്കൻഡറി മാത്രമാണ്, അല്ലെങ്കിൽ ടേർഷറി മാത്രമാണ്, അല്ലെങ്കിൽ പ്രാധാന്യം കുറവാണ്. നമ്മുടെ കർമ്മത്തിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന ആശയം നമ്മുടെ കുട്ടികളിലേക്ക് ബോധവൽക്കരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തുടർ പ്രക്രിയ അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വലിയ ചർച്ചയുടെ, അതുവഴിയുള്ള സാമൂഹ്യ മാറ്റത്തിന്റെ നന്ദിയാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.